പോലീസിനെതിരായ ഭീഷണി പ്രസംഗത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ കേസെടുത്തു. സ്വമേധയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രസാദ് MG ഉണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, എന്തായാലും ഉദയഭാനുവിനെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. പോലീസിനെതിരെ ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം നടത്തിയതിനാണ് ഇപ്പോൾ നടപടി. കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുണ്ട അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അർജുൻ ആയങ്കിയെ തിരയുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അർജുൻ ആയങ്കിയുടെ ഫോണിന്റെ വന്ന മെസ്സേജുകളും ബാക്കി കോണ്ടാക്റ്റും ഒക്കെ പരിശോധിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിലും അർജുൻ ആയങ്കിക്ക് ബന്ധമുണ്ടെന്നും അത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലാണെന്നും പോലീസിനെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അർജുൻ ആയങ്കിയെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നതിന്റെ അന്ന് ഏകദേശം ഒരു 8 മണി 9 മണിയോടുകൂടി മല്ലപ്പള്ളി കീഴ്വായ്പൂർ എന്ന് പറഞ്ഞ ഒരു ഉന്നതിയിലാണ് ഏകദേശം 60 വീടുകളിലാണ് അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണവും മറ്റ് കാര്യങ്ങളും അന്ന് അതിന്റെ ഈ പോലീസ് പരിശോധന അവിടുത്തെ CPMന്റെ ലോക്കൽ സെക്രട്ടറിയുടെ വീട് വരെ അന്ന് പോലീസ് പരിശോധനയൊക്കെ നടത്തുകയും മറ്റു തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് പോലീസ് അവിടെ നിന്നും തിരിച്ചു പോവുകയുമായിരുന്നു ചെയ്തത്. അന്ന് രാത്രിയോടുകൂടിയാണ് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. എന്നാൽ ഇത് പാർട്ടിക്ക് ഇത് വലിയ അപമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഇത് CPM ഏറ്റെടുക്കുകയും അതിന്റെ 2 ദിവസം കഴിഞ്ഞ് കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷനിലേക്ക് CPM ഒരു ജനകീയ പ്രക്ഷോഭം നടത്തി. മല്ലപ്പള്ളി തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ ജനകീയ സമരത്തിലെ ഉദ്ഘാടകനായിട്ട് എത്തിയത് CPMന്റെ ഇവിടുത്തെ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഉള്ള മുൻ ജില്ലാ സെക്രട്ടറി കൂടിയും ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവാണ് KP ഉദയഭാനുവാണ് ഇങ്ങനെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് ആ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ള നേതാക്കളുള്ള വേദിയിലാണ് അപ്രതീക്ഷിതമായി ഇതുപോലെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള KP ഉദയഭാനു ഒരു പരാമർശം നടത്തുന്നത്. തങ്ങളുടെ ഉന്നതിയിൽ കയറിയവരെ ആരൊക്കെയാണെന്ന് തങ്ങൾക്ക് ഏത് പോലീസുകാരനും ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തിരിച്ച് അവര് പെൻഷൻ വാങ്ങിക്കത്തില്ലെന്നും അവരുടെ വീടുകളിൽ ഇതുപോലെ തന്നെ കയറാനുള്ള ആൾബലവും അർത്ഥവും ഉണ്ടെന്നും അവരെ പെൻഷൻ വാങ്ങിക്ക അതുപോലെ തന്നെ വളരെ മോശം തരത്തിലുള്ള നമുക്ക് മാധ്യമങ്ങളിൽ കൂടി പറയാത്ത തരത്തിലുള്ള മോശം പരാമർശങ്ങളൊക്കെ ആ പ്രസംഗത്തിൽ KP ഉദയഭാനു നടത്തിയിരുന്നു. തുടർന്ന് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇത് സോഷ്യൽ മീഡിയയിലും മറ്റ് നവമാധ്യമങ്ങളിലും ഒക്കെ ഈ KP ഉദയഭാനു സംസ്ഥാനത്തെ പോലീസ് നേതൃത്വത്തെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ പലതരത്തിലുള്ള വാഗ്വാദങ്ങളും ഒക്കെ ഇവിടെ പത്തനം ജില്ലയിലും ഒക്കെ നേതാക്കന്മാരൊക്കെ പരസ്പരം ഒക്കെ സംസാരിക്കുകയും പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയതിൽ ഒരു കേസ് എടുത്തില്ലെന്നുള്ള 2-3 അതിനുശേഷമുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KP ഉദയഭാനുവിനെതിരെ സ്വമേധയാ പോലീസ് കേസെടുത്തേക്കുന്നത്. വരും ദിവസങ്ങളിൽ അന്നത്തെ ഈ KP ഉദയഭാനു അന്ന് കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ അതിന്റെ വീഡിയോയും മറ്റു പ്രസംഗങ്ങളും ഒക്കെ പോലീസ് പരിശോധിച്ച ശേഷം ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയായിരിക്കും കേസുകൾ എടുക്കുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. കാത്തു. ശരി, പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.